ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായിട്ടുള്ള കുറച്ച് ജനറൽ നോളേജ് ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം മലമ്പനി. ത്രികടു എന്നറിയപ്പെടുന്നത് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി. മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് പോളിസൈത്തീമിയ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഒഡീസി. മരിച്ചീനിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോസയാനിക്. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗം ഏതാണ്? അനോക്സിയ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2014 ജനുവരി 1. കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തു കാരിയോഫിലിൻ. സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഡിസ്റ്റിലേഷൻ. ലോകപാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ LM സിംഗ്വി. ഇന്ത്യയിൽ ആദ്യമായി ലോക്പാൽ എന്ന ആശയം അവതരിപ്പിച്ചത് അശോകി കുമാർ സെൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ലോക്പാൽ. ലോക്പാൽ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം. 1968. മാർക്ക് സുക്കർബർഗ് എന്തിൻ്റെ സ്ഥാപകനാണ്? ഫേസ്ബുക്ക്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സ്വാമി വിവേകാനന്ദൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TK മാധവൻ. പെൻഗ്വിൻ പക്ഷികളുടെ വാസസ്ഥലം അറിയപ്പെടുന്ന പേര് റൂക്കറി. ലോക്പാൽ ബില്ലിന് ലോക്സഭയിൽ എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ സമാജ്വാദി പാർട്ടി, ശിവസേന. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെ. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആര്?
ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആര്? മാവോ സേതുങ്. സസ്യങ്ങളുടെ ചാരത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകമേത്? സസ്യങ്ങളുടെ ചാരത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകമേത്? പൊട്ടാസ്യം. ചൈനീസ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്ത്? ചൈനീസ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്ത്? അജിനോമോട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TK മാധവൻ. ലോക്പാൽ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി? ലോക്പാൽ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി? ശാന്തിഭൂഷൺ. ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ ജന്മസ്ഥലം? ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ ജന്മസ്ഥലം കൈനകരി. മുടിചൂടും പെരുമാൾ എന്നത് ആരുടെ ആദ്യകാല നാമമായിരുന്നു? മുടിചൂടും പെരുമാൾ എന്നത് ആരുടെ ആദ്യകാല നാമമായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ച വർഷം? അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ച വർഷം 1907. ഗുരുവിൻ്റെ ഗുരു എന്ന് വിളിക്കപ്പെട്ട നവോത്ഥാന നായകൻ? ഗുരുവിൻ്റെ ഗുരു എന്ന് വിളിക്കപ്പെട്ട നവോത്ഥാന നായകൻ? തൈക്കാട് അയ്യാഗുരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാരിയ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ പെടാത്തത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ പെടാത്തത്? മേഘാലയ. എല്ലാ പൗരന്മാരെയും ഊർജ സാക്ഷരരാക്കുന്നതിനായി മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി? എല്ലാ പൗരന്മാരെയും ഊർജ സാക്ഷരരാക്കുന്നതിനായി മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി? ഊർജ സാക്ഷരതാ അഭിയാൻ. 2022 ജനുവരി 3 സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന ധൂമകേതു? 2022 ജനുവരി 3 സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന ധൂമകേതു? ലിയോണാർഡ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്? നിഴലുറങ്ങുന്ന വഴികൾ. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി പ്രവർത്തിച്ച മലയാളി? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി പ്രവർത്തിച്ച മലയാളി? ജി രവീന്ദ്രവർമ്മ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓഗസ്റ്റ് 23. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട്. ഏത് വർഷമാണ് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് സ്ഥാപിതമായത്? ഏത് വർഷമാണ് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് സ്ഥാപിതമായത്? 1949. കടലിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചേർത്ത് നിർമ്മിച്ച മൗസ് പുറത്തിറക്കിയ കമ്പനി? കടലിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചേർത്ത് നിർമ്മിച്ച മൗസ് പുറത്തിറക്കിയ കമ്പനി? മൈക്രോസോഫ്റ്റ്. പുന്നപ്പറ വയലാർ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ 5 അംഗ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്?
പുന്നപ്പറ വയലാർ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ 5-അംഗ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? AP ഉദയഭാനു. PC കുട്ടിക്കൃഷ്ണൻ്റെ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടത്? PC കുട്ടിക്കൃഷ്ണൻ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടത്? ഉറൂബ്. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ ഏത്? മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ ഏത്? സുന്ദരികളും സുന്ദരന്മാരും. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുകാട്. ജാലവിദ്യക്കാരൻ അൽഫോൺസച്ചൻ കഥാപാത്രമാകുന്ന M. മുകുന്ദൻ്റെ നോവൽ ഏത്? ജാലവിദ്യക്കാരൻ അൽഫോൺസച്ചൻ കഥാപാത്രമാകുന്ന M. മുകുന്ദൻ്റെ നോവൽ ഏത്? ദൈവത്തിൻ്റെ വികൃതികൾ. ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര്? ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര്? SK പൊറ്റേക്കാട്. മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ ഏത്? വിരുദ്ധൻ ശങ്കു. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച നോവൽ ഏത്? അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച നോവൽ ഏത്? ധർമ്മപുരാണം. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏതാണ്? MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏതാണ്? അറബിപ്പൊന്ന്. OV വിജയൻ്റെ ഏതു നോവലിലെ പുരാവൃത്ത കഥാപാത്രമാണ് പുളിങ്കൊമ്പത്തെ സോദി? OV വിജയൻ്റെ ഏത് നോവലിലെ പുരാവൃത്ത കഥാപാത്രമാണ് പുളിങ്കൊമ്പത്തെ സോദി? ഖസാക്കിൻ്റെ ഇതിഹാസം. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കാവ്യം ഏത്? കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കാവ്യം ഏത്? ഉജ്ജയിനി.